ഹായ് എവ്രി വൺ. നമ്മളിന്ന് ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വീട്ടിൽ എന്തെങ്കിലും പാർട്ടി കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചിക്കനിലേക്ക് ഒരു 3 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്, നോർമൽ പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേറെ കുരുമുളക് പൊടിയെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എരിവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 10 to 15 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ് കുരുമുളകും, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് വലിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ചൂടായൊരു പാത്രത്തിലേക്കിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കറിവേപ്പില കൂടെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു കറിവേപ്പില നല്ല രീതിയിൽ ഉണങ്ങി വരുന്നത് വരെയാണ് ഇത് റോസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് ഇതിൻ്റെ പാകമായിട്ടുള്ളൊരു രൂപം കേട്ടോ. ഇതുപോലെ നല്ല രീതിക്ക് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിൻ്റെ ഗ്രൈൻഡറിലിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു കല്ലിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഫൈൻ പൗഡറാക്കി മാറ്റേണ്ട. ജസ്റ്റ് ഒരു തരിതരിയോട് കൂടിയിട്ടുള്ള മസാലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് റോസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. ജസ്റ്റ് ചെറിയൊരു ടൈം കൊണ്ട് തന്നെ നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെയാണ് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നല്ല ഒരു അടികട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും, പിന്നെ ഒരു പിടി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു 2 or 3 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. ഇതിലേക്ക് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്ന് ആ ഒരു വെള്ളത്തിൽ തന്നെ ചിക്കന് വെന്ത് കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ്സ് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഈ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്ന് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. ഈ സവാള നല്ല സ്ലൈസായിട്ട് തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഈ ഒരു സമയത്ത് ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. സവാള നല്ല സ്ലൈസാക്കി അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റും കൂടെ നല്ല രീതിയിൽ കുക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് തുറന്ന് നോക്കി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു 2-3 വട്ടം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടേസ്റ്റി അതുപോലത്തെ സിമ്പിളായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയായി കഴിയും. ഇത് നമുക്ക് ഡിന്നറിൻ്റെ കൂടെ അതുപോലെ തന്നെ ലഞ്ചിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.